നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. പ്രീ പ്രൈമറി വിദ്യാർത്ഥിയെ മാനസികമായി പീഡിപ്പിച്ചെന്ന് ആരോപണം. ഡിവൈഎഫ്ഐ എസ്എഫ്ഐ പ്രവർത്തകർ അഞ്ചൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് ഉപരോധിച്ചു. നടപടിയെടുക്കാമെന്ന് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ ഉറപ്പ്. ഓച്ചിറ പ്രയാറിൽ നിന്നും കഞ്ചാവുമായി ഒരാൾ പിടിയിൽ. കായംകുളം കണ്ടല്ലൂർ സ്വദേശി അനീഷാണ് പിടിയിലായത്. 18 കിലോ കഞ്ചാവും പിടിച്ചെടുത്തു. ഡൽഹിയിലെ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധം. ഡിവൈഎഫ്ഐയുടെ നൈറ്റ് മാർച്ച്. പുനലൂർ ബ്ലോക്ക് കമ്മിറ്റിയാണ് നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. ഡിവൈഎഫ്ഐ എസ്എഫ്ഐ പ്രവർത്തകർ അഞ്ചൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് ഉപരോധിച്ചു. അഞ്ചൽ ഗവൺമെന്റ് LPSലെ പ്രീ പ്രൈമറി വിദ്യാർത്ഥിയെ മാനസികമായി പീഡിപ്പിച്ച അധ്യാപികയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ടായിരുന്നു ഉപരോധം. നടപടിയെടുക്കാമെന്ന് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത്. പ്രീ പ്രൈമറി വിദ്യാർത്ഥിയെ അധ്യാപിക മാനസികമായി പീഡിപ്പിച്ചെന്നാരോപിച്ചായിരുന്നു ഡിവൈഎഫ്ഐ എസ്എഫ്ഐ പ്രവർത്തകർ അഞ്ചൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് ഉപരോധിച്ചത്. അധ്യാപികയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ടായിരുന്നു ഉപരോധം. വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണവുമായി ബന്ധപ്പെട്ട ബഷീർ നോവലിലെ കഥാപാത്രത്തിന്റെ വേഷത്തിൽ സ്കൂളിലെത്തിയ വിദ്യാർത്ഥിയെ അധ്യാപിക അപമാനിച്ചതായാണ് പരാതി. വിദ്യാർത്ഥിയുടെ സ്വഭാവത്തിൽ മാറ്റം കണ്ട രക്ഷിതാക്കൾ സ്കൂളിലെത്തി വിവരം അന്വേഷിച്ചപ്പോൾ കുട്ടിക്ക് TC കൊടുത്ത് പറഞ്ഞുവിടുകയായിരുന്നു. ഇതേ തുടർന്ന് രക്ഷിതാക്കൾ ചൈൽഡ് ലൈനിൽ പരാതി നൽകി. സംഭവത്തിൽ അധ്യാപിക എന്നിവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടായിരുന്നു ഡിവൈഎഫ്ഐ എസ്എഫ്ഐ പ്രതിഷേധം. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ അന്വേഷണം നടത്തി നടപടിയെടുക്കാമെന്ന് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അറിയിച്ചതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. സ്കൂളിൽ നടന്ന ചെറിയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ എസ്എഫ്ഐ പ്രവർത്തകർ അഞ്ചൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് ഉപരോധിക്കുകയും അവരൊരു പരാതി നൽകുകയും ചെയ്തു. ആ പരാതി പരിശോധിക്കുകയും ബന്ധപ്പെട്ട സ്കൂൾ HMനെയും ബന്ധപ്പെട്ട ടീച്ചറിനെയും നോട്ടീസ് നൽകിക്കൊണ്ട് വിശദീകരണം ആവശ്യപ്പെടുന്നതിനുമാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആ വിശദീകരണം കിട്ടുന്ന മുറയ്ക്ക് തന്നെ സ്കൂളിലെ PTAയും SMCയും ഇതുമായി ബന്ധപ്പെട്ട മറ്റധ്യാപകരുണ്ടെങ്കിൽ അവരുമായി കൂടിയാലോചന നടത്തി വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി DOയ്ക്ക് താമസവിന നൽകും എന്നാണ് ഡിവൈഎഫ്ഐ എസ്എഫ്ഐ പ്രവർത്തകർക്ക് നൽകിയ ഉറപ്പ്. ഡിവൈഎഫ്ഐ അഞ്ചൽ ബ്ലോക്ക് പ്രസിഡന്റ് അഭിലാഷ്, സെക്രട്ടറി ഷൈൻ ബാബു, SFI ഏരിയ പ്രസിഡന്റ് ഫൈസ്, സെക്രട്ടറി അതുൽ, CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അജാസ്, ഗോകുൽ, സംഗീത, വിഷ്ണു, നജുമൽ, ശ്രീരാജ്, സച്ചിൻ, ഷാൻ, കൃഷ്ണജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. അഞ്ചൽ വിദ്യാഭ്യാസ ഉപജില്ലയിലെ അഞ്ചൽ ചന്തമുക്കിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് LP സ്കൂളിൽ കഴിഞ്ഞ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് അനുസ്മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധിയായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിച്ചു. അങ്ങനെ ഈ സ്കൂളിൽ നിന്ന് തന്നെ വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കളും അറിയിപ്പ് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ നോവലിലെ ആളുകളുടെ വസ്ത്രധാരണത്തിലടക്കം അവിടെ സ്കൂളിലേക്ക് വരാനായിട്ട് പരിപാടികൾ സംഘടിപ്പിക്കാൻ വരാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം സ്കൂളിൽ നിന്ന് അധികൃതർ കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് LKGയിൽ അവിടെ പ്രീ പ്രൈമറിയിൽ പഠിക്കുന്ന 5 വയസ്സ് പോലും ഇല്ലാത്ത ഒരു കുട്ടിയെ അവിടുത്തെ ഒരു അധ്യാപിക വളരെ മോശമായി മാനസികമായി പീഡിപ്പിക്കുന്ന നിലയുണ്ടായി. സ്കൂളിലേക്ക് മുണ്ടെടുത്തുകൊണ്ടാണോ വരുന്നത്, നിന്റെ അടുത്ത് ആര് പറഞ്ഞു മുണ്ടെടുത്തുകൊണ്ട് വരാൻ എന്നൊക്കെ ഓരോ തിട്ടൂരങ്ങൾ ആ ടീച്ചർ ഇറക്കുമ്പോൾ ആ അധ്യാപകർ തന്നെ അവിടുന്ന് അറിയിപ്പ് കൊടുത്തിട്ടാണ് അവർ ഈ നിലയിലേക്ക് ഈ പറഞ്ഞ പോലുള്ള ഈ നോവലിലെ ആളുകളുടെ ഡ്രസ്സൊക്കെ ധരിച്ചുകൊണ്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ടീച്ചർ അങ്ങനെ പറയുകയും അത്
അറിഞ്ഞു വന്നിട്ടുള്ള രക്ഷകർത്താക്കളോട് വളരെ മോശമായിട്ട് പെരുമാറിക്കൊണ്ട് ആ സ്കൂളിൽ പഠിച്ച ഈ രക്ഷകർത്താക്കളുടെ 3 കുട്ടികൾക്കും ടി.സി കൊടുത്തു വിടുന്ന അടക്കമുള്ള സാഹചര്യം നിലവിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പ് ഈ ടീച്ചറിനെ കുറിച്ച് നിരവധിയായിട്ടുള്ള പരാതികളാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇപ്പോൾ പല സ്ഥലങ്ങളിലും നമ്മൾ കേൾക്കുന്നുണ്ട് എന്ത് കഴിക്കണം എന്ത് ഉടുക്കണം എന്നൊക്കെ പല ആളുകളും തീരുമാനിക്കുന്നത്. ആ പരിപാടിയൊന്നും കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നില്ല, ഈ അഞ്ചലിൽ നടപ്പിലാക്കാൻ പോകുന്നില്ല. അതെല്ലാം ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി സാധാരണക്കാരന് വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന SFIയും DYFIയും ഇവിടെ ഉള്ളിടത്തോളം കാലം ഈ നിലയിലുള്ള ഒരാളുടെയും തിട്ടൂര ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് അവരോട് സൂചിപ്പിക്കാനായിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിനു മുന്നിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ശാസ്താംകോട്ടയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിനു മുന്നിൽ സമരം ചെയ്ത കോൺഗ്രസ് നേതാക്കൾക്കു നേരെ നടന്ന അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചത്. കോൺഗ്രസ് ശാസ്താംകോട്ട ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി തുണ്ടിൽ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വൈ ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് S രഘുകുമാർ, അഡ്വക്കേറ്റ് B ശ്രീകുമാർ, സൈറസ് പോൾ, ഹാഷിം സുലൈമാൻ, PM സൈദ, MY നിസാർ, R കൃഷ്ണകുമാർ, Y നജീം, N സോമൻപിള്ള, R അരവിന്ദാക്ഷൻ പിള്ള, റിയാസ് പറമ്പിൽ, റഷീദ് ശാസ്താംകോട്ട, KM അൻവർ, S ബീനാകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ഓച്ചിറ പ്രയാറിൽ നിന്നും കഞ്ചാവുമായി ഒരാൾ പിടിയിൽ. കായംകുളം കണ്ടല്ലൂർ സ്വദേശി അനീഷാണ് പിടിയിലായത്. 18 കിലോ കഞ്ചാവ് ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു. 2 ഇടങ്ങളിൽ സൂക്ഷിച്ചിരുന്ന 18 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. കായംകുളം കണ്ടല്ലൂർ പുതിയവിള അനീഷ് ഭവനത്തിൽ അനീഷാണ് പ്രയാറിൽ നിന്ന് ചൊവ്വാഴ്ച വൈകിട്ട് കായംകുളം പോലീസിന്റെ പിടിയിലായത്. രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ വിൽപ്പനയ്ക്കായി എത്തിച്ച 17 കിലോഗ്രാം കഞ്ചാവാണ് പ്രയാറിൽ നിന്നും പിടികൂടിയത്. ക്ലാപ്പന മധുരപ്പള്ളിയിൽ ക്ഷേത്രത്തിന് സമീപം പഞ്ചായത്ത് ഗ്രൗണ്ടിനോട് ചേർന്നുള്ള വാടക വീട്ടിൽ താമസിച്ചു വരികയായിരുന്നു അനീഷ്. ഓച്ചിറ പോലീസ് ക്ലാപ്പനയിലെ വീട് പരിശോധിച്ചതിനെ തുടർന്ന് അവിടെ നിന്നും 1 കിലോഗ്രാം കഞ്ചാവ് കൂടി പിടിച്ചെടുക്കുകയായിരുന്നു. കായംകുളം SHO അരുൺ ഷാ, ഓച്ചിറ SHO പ്രസാദ്, SI മുന്തിരി സ്വാമിനാഥൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് റെയ്ഡിന് നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ഡൽഹിയിൽ നടക്കുന്ന CJP സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെയും നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. DYFI പുനലൂർ ബ്ലോക്ക് കമ്മിറ്റിയാണ് നൈറ്റ് മാർച്ച് നടത്തിയത്. പ്രതിഷേധക്കാരോടുള്ള ഡൽഹി പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധവും രേഖപ്പെടുത്തി. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടിനെതിരെ ഡൽഹിയിൽ സമരം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും സമരക്കാരോടുള്ള ഡൽഹി പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുമാണ് നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചത്. DYFI പുനലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. പുനലൂർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പട്ടണം ചുറ്റി TB ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം DYFI ജില്ലാ ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്യാമസ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്താകമാനം അടിയന്തര അവസ്ഥയ്ക്ക് സമാനമായ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ നിലനിൽക്കുകയാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഭരണഘടന നമ്മൾക്ക് ഉറപ്പു തരുന്ന അവകാശമാണ് പ്രതിഷേധിക്കുവാനുള്ള സ്വാതന്ത്ര്യം. റോസ ലക്സംബർഗ് ഒരിടത്ത് പറയുന്നുണ്ട്, എതിർക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. രാജ്യം 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ സ്വതന്ത്രമായിട്ട് 79 വർഷങ്ങൾക്കിപ്പുറം പ്രതിഷേധിച്ചതിന്റെ പേരിൽ ജനാധിപത്യ ഇന്ത്യയിൽ നരനായാട്ടിനിരയാവുകയാണ് ഈ രാജ്യത്തെ വിദ്യാർത്ഥികൾ.
എന്തിനാണ് അവർ പ്രതിഷേധം സംഘടിപ്പിച്ചത് എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 30 ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാക്കി പെട്ടിക്കടകളിൽ നീറ്റ് എക്സാമിന്റെ ചോദ്യപേപ്പറുകൾ ലഭിച്ച് BJP നേതാക്കളുടെ മക്കൾക്ക് നീറ്റ് പരീക്ഷയിൽ റാങ്ക് ലഭിക്കുന്ന അവസ്ഥ സംജാതമാക്കിയതിനാണ് ഈ രാജ്യത്ത് പൊരുതുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം SFI ഉൾപ്പെടെ കോക്രോച്ച് ജനതാ പാർട്ടി ഉൾപ്പെടെയുള്ള പുതിയ യുവജന സംഘടനകൾ ഉൾപ്പെടെ രാജ്യത്തെ സമര പോരാളികൾ ഈ രാജ്യത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത്. ജന്തർ മന്ദറിൽ വളരെ സമാധാനപരമായി സമരം ചെയ്തു സാമൂഹിക പ്രവർത്തകനും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്ത് നീക്കി അധികാരധികാരത്തിന്റെ ബലപ്രയോഗത്തിലൂടെ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. അതിനെ തുടർന്ന് SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് സഖാവ് നമ്മുടെ ജില്ലക്കാരൻ കൂടിയായ സഖാവ് ആദർശം സജീവ്, ജോയിന്റ് സെക്രട്ടറിയായ JNUവിന്റെ സമര പോരാളി സഖാവ് ഐഷേ ഘോഷും അനിശ്ചിതകാല നിരാഹാര സമരത്തിലാണ്. ഈ രാജ്യത്ത് കേന്ദ്രീകൃതമായി ഇത്രയും വലിയൊരു വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭം ഉയർന്നു വന്നിട്ട് ഇന്ന് രാജ്യത്തെ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമാന്നൊരക്ഷരം ഈ പ്രക്ഷോഭത്തെക്കുറിച്ചോ നീറ്റ് പരീക്ഷയുടെ അനാസ്ഥയെക്കുറിച്ചോ മറ്റ് ഉയർന്നു വന്ന പ്രശ്നങ്ങളെക്കുറിച്ചോ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന കേന്ദ്ര മാനവ വിഭവ വകുപ്പ് മന്ത്രിയുടെ രാജി ആവശ്യത്തെക്കുറിച്ചോ ഒരക്ഷരം പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് നിലവിലെ അവസ്ഥ. ബ്ലോക്ക് പ്രസിഡന്റ് സുജിൻ സുന്ദരൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി അഡ്വക്കേറ്റ് എബി ഷൈനു, ട്രഷറർ സെബാസ്റ്റ്യൻ, ജില്ലാ കമ്മിറ്റി അംഗം ഷപ്ന ഷാജഹാൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സജിൻ സലീം, ജോയിന്റ് സെക്രട്ടറിമാരായ അരുൺ രമേശൻ, ബിൻസ്മോൻ, ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ അജിത്ത് തൊളിക്കോട്, നീനു, ആരോമൽ തെന്മല, മകേഷ് സുഗു, നൌഫൽ, സുരേഷ്, രാജൻ, രാഹുൽ, വേദ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കുടിവെള്ളം ലഭിക്കുന്നില്ല. വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറെ നാട്ടുകാർ തടഞ്ഞു. എഴുകോൺ രണ്ടാലുംമൂട്ടിലാണ് സംഭവം. സ്വന്തമായി കിണർ ഇല്ലാത്തവരാണ് ഇവിടെയുള്ളവർ. വാട്ടർ അതോറിറ്റിയുടെ ജലമാണ് ആശ്രയം. ചില ജീവനക്കാരുടെ ഇടപെടലാണ് ജലം കിട്ടാത്തതിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. അവർക്ക് ഈ 6 മാസമെങ്കിലും നമുക്ക് കിണറ്റിൽ നിന്ന് വെള്ളം കിട്ടുമെങ്കിൽ അതില്ല. അവിടെ കിണറ്റിൽ വെള്ളം ഇല്ല. കിണറില്ലാത്ത ആൾക്കാരാ, കിണറില്ലാത്ത ഞാൻ വന്നപ്പോ പറഞ്ഞില്ലേ അവർക്ക് കിണറില്ല. ഇത്രയും നാൾ ആരും ബുദ്ധിമുട്ടിക്കില്ല. ഇപ്പോഴാണ് എല്ലാവരും ബുദ്ധിമുട്ടിച്ചത്. പക്ഷെ ആ ഒരു ലീക്ക് വന്നതുകൊണ്ട് നമ്മുടെ പ്രശ്നം കൊണ്ട് മാത്രമാണ് ഇത്ര താമസം. 35ഓളം ഭവനം കിണറില്ലാത്തതാണ്. അത് കണ്ടെത്തിയായിരുന്നെങ്കിൽ നമ്മൾ പണി 1 മാസം കൊണ്ട് അവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. LKG കൊച്ചു കുട്ടിയെ കൊണ്ടുവന്ന് വെള്ളം ഞങ്ങൾ എവിടെല്ലാം പോയെന്നറിയാമോ? എന്തെല്ലാം യാതൊരു രക്ഷയില്ല. കുടിവെള്ളം കിട്ടാത്തതിനെ തുടർന്നാണ് എഴുകോൺ രണ്ടാലുംമൂട് ബിവറേജ് ജംഗ്ഷനിലെ നാട്ടുകാർ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറെ തടഞ്ഞുവെച്ചത്. പ്രദേശത്ത് താമസിക്കുന്നവർ സ്വന്തമായി കിണറില്ലാത്തവരാണ്. കുട്ടികളും വയോധികരും കിടപ്പുരോഗികളും ഗർഭിണികളും ഉൾപ്പെടെ 2000-ഓളം പേർക്കാണ് കുടിവെള്ളം ലഭിക്കാത്തത്. ഇപ്പൊ 3 മാസം കൊണ്ട് വെള്ളം വരുന്നില്ല. വെള്ളത്തിന്റെ കാര്യമില്ലേ, ഞങ്ങൾ ഈ കിടന്ന് വെയിലും കൊണ്ട് കിടന്ന് കഷ്ടപ്പെടുന്ന പൈസ എല്ലാം വെള്ളം ഇന്നലെയും 450 രൂപയുടെ വെള്ളം മേടിച്ചത്. ഡെയിലി വെള്ളം മേടിക്കുവാ, കിണറില്ല. ഇപ്പൊ 2-3 മാസം കൊണ്ട് വെള്ളമില്ല, വരുന്നില്ല. ഇവര് പറയുന്നത് നാളെ പൈപ്പ് പൊട്ടി ലീക്ക് ആവുന്നു എന്നൊക്കെ ഇവര് പറയുന്നത്. നമ്മൾ ഇന്ന് വരും നാളെ വരും എന്നും പറഞ്ഞ് നോക്കി ഇരിക്കുകയല്ലേ. 2-3 ദിവസം കൂടുമ്പോൾ 2000 രൂപ നൽകി ഇവർ വെള്ളം വാങ്ങേണ്ട ഗതികേടിലാണ്. വെള്ളം കച്ചവടം ചെയ്യുന്നവരും വാട്ടർ അതോറിറ്റിയുടെ വാൽവ് ഓപ്പറേറ്റർമാരായ ചില ജീവനക്കാരും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റുകളാണ് പ്രദേശത്ത് വെള്ളം കിട്ടാത്തതിന് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. നമുക്കിതൊന്നും ഒരു പരിഹാരമല്ല. ഇതൊന്നും ഈ പറയുന്ന ഒന്നും നമുക്കൊരു പരിഹാരമല്ല. കാരണം ജനം നമ്മളെ അറിയാമോ? പ്രശ്നം വളരെ രൂപമാണ്. പൈസ വേണ്ടി വെള്ളം മേടിക്കണം. എന്നാൽ പൈപ്പിലേക്കുൾപ്പെടെ മാലിന്യം അടിഞ്ഞുള്ള തകരാറാണ് കുടിവെള്ളം കിട്ടാത്തതെന്നാണ് EE ചൂണ്ടിക്കാട്ടുന്നത്. ഉപരോധത്തെ തുടർന്ന് പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ളവരുമായി നടത്തിയ ചർച്ചയിൽ അടുത്ത ദിവസം മുതൽ വെള്ളം എത്തിക്കാമെന്ന ഉറപ്പിലാണ് പ്രദേശവാസികൾ പിരിഞ്ഞുപോയത്. കുടിവെള്ള പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം.
ഞങ്ങൾ 2 വാർഡ്, 2 ഇത് 4 വാർഡുകാർക്കാണ് ഒരു വാൽവ് തുറക്കുന്നത്. അതായത് നമ്മുടെ ഇടയ്ക്കിടം ഉന്നതിയിലേക്കുള്ള ഒരു വാൽവ്, പോച്ചങ്കോണത്തേക്കുള്ള ഒരു വാൽവ്, എഴുവോണേക്കുള്ള ഒരു വാൽവ്. ഇത് ഏകദേശം ഒരു 3 മാസത്തോളം കൊണ്ട് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമുക്ക് തുറന്നു വിട്ടാൽ മതി. ഇത് അതുമില്ല, എന്നും ഇവിടെ പണിയാ, എന്നും പൈപ്പ് പൊട്ടകുക. 2 മാസം കൂടുമ്പോൾ ഒരു 2-3 ദിവസമേ നമുക്ക് വെള്ളം വരാറുള്ളൂ. അത് ഈ നാട്ടിലെ ജനങ്ങൾക്കൊക്കെ എന്ന് വെച്ചാൽ ഇവിടെ എല്ലാം കുഴൽക്കിണറുകളാണ്. കുഴൽക്കിണറുകൾ കുഴിച്ചാൽ പോലും നമുക്ക് വെള്ളം കിട്ടാത്ത ഒരു അവസ്ഥയാണ്. അപ്പം നമ്മൾ പൈസ കൊടുത്ത് പാവപ്പെട്ടവരായ ഞങ്ങൾ ഈ ഇവിടെ പാർക്കുന്നവരെല്ലാം ഏകദേശം 10,000 കുടുംബങ്ങൾ, 1000 അല്ല, 3 വാർഡിലൂടെ ഏകദേശം ആവുമ്പോൾ 10-2000 കുടുംബങ്ങൾക്ക് അകത്തുണ്ട്. ഈ കുറച്ചു പേർക്ക് വെള്ളം കിട്ടുന്നവരുണ്ട്. പക്ഷെ ഈ വാട്ടർ അതോറിറ്റിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഞങ്ങളെപ്പോലെ, ഞാൻ ഉൾപ്പെടുന്ന എന്റെ കുടുംബവും കിണറില്ലാത്തൊരു കുടുംബമാണ്. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് ഞങ്ങൾ തോനെയൊന്നും പറയുന്നില്ല. നമുക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം ഈ വാൽവ് തുറന്ന് ഇതിന്റെ പണി ഈ എന്നും ഇങ്ങനെ പണിഞ്ഞ് ഇങ്ങനെ ആക്കാതെ പണിയുമ്പോൾ നല്ല രീതിയിൽ വൃത്തിയായിട്ട് നല്ല രീതിയിൽ പണിഞ്ഞിട്ട് ഈ പാവപ്പെട്ട ജനങ്ങൾക്ക്, അതായത് നമ്മൾ വെള്ളക്കരം അടയ്ക്കുന്ന നമ്മളെ പഞ്ചായത്ത് വെള്ളം തുറന്നു വിടണം, അല്ലെങ്കിൽ ഞങ്ങൾ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് പോവുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. പുനലൂരിനെ പൂക്കളുടെ നഗരമാക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ MA രാജഗോപാൽ. ഖരമാലിന്യ സംസ്കരണ പദ്ധതിയുടെ ഭാഗമായി പുനലൂർ നഗരസഭ നടപ്പാക്കുന്ന സ്നേഹാരാമം പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വാളക്കോട് ഗവൺമെന്റ് LP സ്കൂളിലാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഖരമാലിന്യ സംസ്കരണ പദ്ധതിയുടെ ഭാഗമായി പുനലൂർ നഗരസഭ നടപ്പാക്കുന്ന സ്നേഹാരാമം പദ്ധതിക്കാണ് വാളക്കോട് ഗവൺമെന്റ് LPSൽ തുടക്കമായത്. പദ്ധതിയുടെ വിവര വിജ്ഞാന വ്യാപനത്തിനായുള്ള തുക ഉപയോഗിച്ചാണ് സ്നേഹാരാമം നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായി ചെടികളും ചെടിച്ചട്ടികളും വിതരണം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ MA രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. പുനലൂരിനെ പൂക്കളുടെ നഗരമാക്കി മാറ്റുമെന്ന് അദ്ദേഹം പറഞ്ഞു. മാലിന്യമുക്ത വിദ്യാലയം എന്ന ലക്ഷ്യം മുൻനിർത്തി തുടർ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങളുടെ ഈ പരിപാടി ഇവിടെ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു പദ്ധതി മുന്നോട്ട് വെച്ചിരുന്നു. അത് നമ്മളൊരു വലിയ വിശാലമായ കാഴ്ചപ്പാടിൽ കെയർ എന്ന് പറഞ്ഞൊരു പദ്ധതി നമ്മൾ ഡിക്ലെയർ ചെയ്യും. എല്ലാ സ്കൂളുകളിലും ഒരു ഹരിത ക്ലബ് ഉണ്ടാക്കണം എന്ന് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഉണ്ടാക്കിയില്ല, ആക്കി. അപ്പൊ ഒരു ഹരിത ക്ലബാണ്. അപ്പൊ വരുന്ന ഒരു തലമുറയെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചെടുക്കുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാ സ്കൂളുകളിലും ഇതുപോലെയുള്ള ചെറിയ കുട്ടിപ്പൂത്തോട്ടങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നു. അത് മാത്രമല്ല, ഞാനിപ്പോ CDSമായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സ്കൂളിൽ മാത്രമല്ല നമുക്ക് ഈ വാർഡുകളിലെല്ലാം ഇത് ചെയ്യാം. ആട്ടോ സ്റ്റാൻഡിന്റെ ഓരത്ത് ചെയ്യാം. ടൗണിൽ നമുക്ക് ധാരാളം പൂക്കൾ വെച്ച് പിടിപ്പിക്കാനുള്ള സ്ഥലങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ നിർദ്ദേശിച്ചതനുസരിച്ചാണ് TB ജംഗ്ഷനിൽ നിങ്ങളിപ്പോൾ കണ്ടാൽ ആ ട്രാഫിക് ഐലൻഡിന്റെ അവിടെ പൂക്കൾ വെച്ചത്. നമുക്കൊരു അടുത്ത മാർച്ചൊക്കെ ആവുമ്പോഴേക്കും പുനലൂരിനെ പൂക്കളുടെ ഒരു നാടാക്കി മാറ്റണം എന്നതാണ് നമ്മുടെ ആഗ്രഹം. കൗൺസിലർ പ്രസന്ന കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ ജില്ലാ പ്രോജക്ട് മാനേജ്മെന്റ് യൂണിറ്റിലെ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ എക്സ്പെർട്ട് രാജേഷ് പൈ സ്വാഗതം പറഞ്ഞു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ T അനിത, കൗൺസിലർമാരായ നാസില ഷാജി, ഫാത്തിമ സുധീർ, KSW MP, എഞ്ചിനീയർ ഫർഹാൻ നിസാർ, സ്കൂൾ പ്രഥമാധ്യാപിക ഗീതാകുമാരി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കരുനാഗപ്പള്ളി ശ്രീനാരായണ ട്രോഫി ജലോത്സവത്തിന്റെ ആദ്യ സംഭാവനയും ലക്കി ഡിപ്പ് കൂപ്പണിന്റെ പ്രകാശനവും നടന്നു. KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ജലോത്സവങ്ങൾ കാർഷിക സംസ്കാരത്തിന്റെ പ്രതീകമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഓഗസ്റ്റ് 28-ന് കരുനാഗപ്പള്ളി കന്നേറ്റിക്കായലിൽ നടക്കുന്ന ശ്രീനാരായണ ട്രോഫി ജലോത്സവത്തിന്റെ ആദ്യ സംഭാവന സ്വീകരണവും ലക്കി ടിപ്പ് കൂപ്പൺ പ്രകാശനവും നടത്തി. KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ജലോത്സവങ്ങൾ കാർഷിക സംസ്കാരത്തിന്റെ പ്രതീകമാണെന്ന് MP ചൂണ്ടിക്കാട്ടി. ഓരോ വർഷം കഴിയുന്നതും അതിന്റെ ഗതി മാറ്റണം, കൂടുതൽ ആളുകളിലേക്ക് ആകർഷിക്കണം, കൂടുതൽ വള്ളങ്ങളിലേക്ക് ആകർഷിക്കണം. നന്നായി കരുനാഗപ്പള്ളി ബേസ് ചെയ്തുകൊണ്ട് ഒരു ചുണ്ടൻ വള്ളം ഈ പ്രാവശ്യം രംഗത്തിറങ്ങുന്നു എന്ന് പറയുന്നത് ഞാൻ അവരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. അപ്പോൾ ഞങ്ങൾ ഈ പ്രാവശ്യം ഇത് വള്ളംകളി എന്ന് പറഞ്ഞ സത്യത്തിൽ അതൊരു ആരാണ് നടത്തുന്നത്? കളിക്കാർ, തുഴച്ചിൽക്കാർ. അവരുടെ കഷ്ടപ്പാടും പ്രയാസങ്ങളും അവരുടെ 2 മാസം അതിനുവേണ്ടി ട്രെയിനിങ്ങിന് വേണ്ടി ഉപയോഗിച്ച് അവർ വള്ളം കളിച്ച
ട്രോഫി കൊണ്ടുപോകാൻ സത്യത്തിൽ വേറെ ആളുകളൊക്കെ വരും. ക്ലബ് വോട്ടുടമകളുണ്ടാകും, ക്യാപ്റ്റൻ ഉണ്ടാകും, ഒക്കെ ഉണ്ടാകും. പക്ഷേ യഥാർത്ഥത്തിൽ തുഴച്ചിൽക്കാരാണ് ഇത് യഥാർത്ഥ ശില്പികൾ. നമ്മൾ ഈ പ്രാവശ്യം നെഹ്റു ട്രോഫിയിൽ കംപ്ലീറ്റ് സിസ്റ്റം മാറ്റി. 5 ലക്ഷം രൂപ ഉണ്ടായിരുന്ന സംഭാവന 25 ലക്ഷം രൂപയാക്കി മാറ്റി. 1ാം സ്ഥാനത്ത് ജലോത്സവ കമ്മിറ്റി ചെയർമാൻ CR മഹേഷ് MLA അധ്യക്ഷത വഹിച്ചു. അത് ഏറ്റുവാങ്ങുന്നത് നമുക്ക് വേണ്ടി ഏറ്റുവാങ്ങുന്ന അദ്ദേഹമാണ്. KC വേണുഗോപാൽ ഇവിടെ ഒന്ന് വരണം എന്നുള്ളത് ജലോത്സവ കമ്മിറ്റിയുടെ എല്ലാ കാലത്തെയും ആഗ്രഹമായിരുന്നു. അതിന് കാരണം യഥാർത്ഥത്തിൽ നെഹ്റു ട്രോഫിയാണ് കേരളത്തിലെ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വള്ളംകളിയുടെ ഏറ്റവും ഒന്നാമത്തെ വള്ളംകളി. പക്ഷെ അവിടെ ഉള്ളതിനേക്കാൾ ഒരുപാട് പ്രത്യേകതകൾ ഈ വള്ളംകളിക്കുണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ P സോമരാജൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ നജീബ് മണ്ണയിൽ, ദീപാചന്ദ്രൻ, ജലോത്സവ കമ്മിറ്റി ജനറൽ ക്യാപ്റ്റൻ പ്രവീൺ കുമാർ, SNDP യൂണിയൻ പ്രസിഡന്റ് K സുശീലൻ, കൊല്ലം യൂണിയൻ പ്രസിഡന്റ് മോഹൻ ശങ്കർ, KC രാജൻ, LKC ദേവി, ബിന്ദു ജയൻ, ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷംല നൌഷാദ, പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, ചവറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൊണ്ടോടിയിൽ മണികണ്ഠൻ, ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N കൃഷ്ണകുമാർ, കൗൺസിലർ രാധാമണി ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രീ പ്രൈമറി വിദ്യാർത്ഥിയെ മാനസികമായി പീഡിപ്പിച്ചെന്ന് ആരോപണം. ഡിവൈഎഫ്ഐ SFI പ്രവർത്തകർ അഞ്ചൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് ഉപരോധിച്ചു. നടപടിയെടുക്കാമെന്ന് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ ഉറപ്പ്. ഓച്ചിറ പ്രയാറിൽ നിന്നും കഞ്ചാവുമായി ഒരാൾ പിടിയിൽ. കായംകുളം കണ്ടല്ലൂർ സ്വദേശി അനീഷാണ് പിടിയിലായത്. 18 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. ഡൽഹിയിലെ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധം. ഡിവൈഎഫ്ഐയുടെ നൈറ്റ് മാർച്ച്. പുനലൂർ ബ്ലോക്ക് കമ്മിറ്റിയാണ് നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.